എന്താണ് സെക്സ്? ലൈംഗികത എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യങ്ങളുമായി ഞങ്ങൾ ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. കുട്ടികൾക്ക് രസകരമായ പല ഉത്തരങ്ങളും തരാനുണ്ടായിരുന്നു. ചിലരൊക്കെ മറുപടി പറയാനും അല്പം മടിക്കുകയുണ്ടായി. എന്താണെങ്കിലും നമുക്ക് കുട്ടികളുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ ആദ്യം കടന്നു ചെല്ലാം. ഈ സെക്സ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന എന്താ? സെക്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ എന്താ പറയാ, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് പറയുന്നത് അതിന്റെ അത്ര നിരീക്ഷിക്കണുള്ളൂ. ഞാൻ മെയിൽ ഫീമെയിൽ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ്, ജെൻഡർ എന്ന് പറയുമ്പോ ഞാൻ ഒരു എന്താ പറയാ, മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ആണ് വരുന്നത്. സെക്സ് എന്നുള്ള വേർഡ് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫസ്റ്റ് തോന്നാം ഒരു സ്ത്രീയും പുരുഷനായിരിക്കുന്ന ആ ഒരു സെക്ഷുവലി ബന്ധപ്പെടുന്ന ആ ഒരു ഫസ്റ്റ് എന്റെ മനസ്സിൽ ഓർമ്മ പറഞ്ഞു. സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് നാണം ഉണ്ടാവാറുണ്ട്? ഇതിപ്പോ തന്നെ നമ്മുടെ സമൂഹത്തിലൊന്നും നമുക്ക് പോയി ഇങ്ങനെ പെട്ടെന്ന് ഇതുപോലെ ഡയലോഗ് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരെന്ത് വിചാരിക്കും നമുക്കറിയില്ല. പൊതുവെ നമുക്ക് പുറമെ സംസാരിക്കാൻ കംഫർട്ടബിൾ അല്ല. ഇപ്പോഴും പഴയകാല ചിന്താഗതികളാണ് ഇപ്പോഴും കൂടുതലും സൊസൈറ്റി നിലനിൽക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം സംസാരങ്ങൾ ആൾക്കാർ ഉൾക്കൊള്ളാൻ ചാൻസ് വളരെ കുറവാണ്. സെക്സിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. ഇപ്പൊ എല്ലാവരും ഇത് നോർമൽ ആയിട്ട് പുറത്തൊക്കെ ഇങ്ങനെ പറയും. ഇപ്പൊ 10th ബയോളജി ചാപ്റ്ററിലൊക്കെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ലാതെ നമ്മള് പ്രോപ്പർ ആയിട്ട് ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും. അതങ്ങനെ ഓപ്പൺ ആയിട്ട് അതിനെ പറ്റി സംസാരിക്കാറില്ല. ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റി ശരിക്കും പറഞ്ഞു തരാറില്ലല്ലോ. നമ്മൾ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന റീപ്രൊഡക്ഷൻ കാര്യങ്ങളും ടീച്ചേഴ്സ് വരെ മടി പിടിച്ചിട്ട് ക്ലാസ് എടുക്കാറ്. അപ്പൊ പിന്നെ നമ്മളും ആ ഒരു കൾച്ചർ വളർന്നു വന്നതുകൊണ്ട് നമ്മളും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. നമ്മൾ പറയുമ്പം അത് കേൾക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇതിനെപ്പറ്റി സംസാരിക്കണം, ചർച്ച ചെയ്യണം. പക്ഷേ എക്സ്പെഷ്യലി ഐ തിങ്ക് ഇന്ത്യൻ കൾച്ചർ അതൊരു പാപമായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. ഇല്ല, ഈ ഒരു വിഷയത്തെ കുറിച്ച് മടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന, കോമൺ ആയിട്ട് ചിന്തിക്കാവുന്ന കുറച്ച് കാര്യങ്ങളല്ല. അത് ഒളിപ്പിച്ച് വെച്ചിട്ടോ അങ്ങനെ ഹൈഡ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. അത് ഞാൻ 9th 10th ക്ലാസ്സിലൊക്കെ നമ്മൾ ന്യൂ ആയിട്ടൊരു സംഭവം കേൾക്കാണ്. അപ്പൊ എനിക്കൊരു മടി ഉണ്ടായിരുന്നു. പറയാൻ തന്നെ നമുക്കൊരു മടി തോന്നും. അപ്പൊ എനിക്ക് ഇപ്പോ അങ്ങനെയൊന്നും അതിനെ കുറിച്ച് സംസാരിക്കാൻ വലിയ മടിയൊന്നും തോന്നുന്നു. സെക്സും ജെൻഡറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതെനിക്കിപ്പോ ഈ ഇടയായിട്ട് തോന്നി തുടങ്ങിയതാണ്. എല്ലാവരും ഓരോന്നായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യണേ. കാരണം ഇപ്പോ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു വിഭാഗം കയറി വന്നു. അതൊരിക്കലും ഒരാളുടെ കുഴപ്പമായിട്ടല്ല, അത് ഇൻബോൺ ആണ്. ചിലവർക്ക് അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കാണിക്കായിരിക്കും, ചിലർക്ക് അത് പിന്നീടായിരിക്കും. പിന്നെ കുറെ പേര് ഐഡന്റിഫൈങ് മൈസെൽഫ് ആസ് ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതിലൊരു താല്പര്യക്കുറവുണ്ട്. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കലി ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മള് ഐഡന്റിറ്റി. ഇപ്പോ സ്ത്രീയായി ജനിച്ചു എന്ന് വെച്ച് അവരുടെ ഉള്ളിലെ ക്യാരക്ടറിസ്റ്റിക്സ് സ്ത്രീയുടെ ആവണമെന്നില്ല, പുരുഷന്റെ ആവാം. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഐഡന്റിറ്റിയാണ് ജെൻഡർ. സെക്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും എന്താ പറയാ, ഒരു ഇതില് ജെൻഡറിലാവും ജനിച്ചിട്ടുണ്ടാവുക. അപ്പോ നമുക്കിപ്പോ ചില ആൺപിള്ളേർക്ക് ഇപ്പോ ചില പെൺപിള്ളേരുടെ പോലത്തെ സ്വഭാവം ഉണ്ടാവും, അതേപോലെ ചില പെൺപിള്ളേർക്ക് ആൺപിള്ളേരുടെ പോലത്തെ സ്വഭാവം ഉണ്ടാവും. അപ്പൊ നമ്മള് ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സർ കണ്ടല്ലോ, സെക്സിനെ കുറിച്ച് സംസാരിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്, ഒരു ചമ്മലുണ്ട്. പലരും പറയുന്നത് അവരുടെ സ്കൂളിൽ പോലും ഈ ഒരു വിഷയത്തെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. എന്നാൽ അവർ അതിനെ കുറിച്ച് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എന്ത് എന്നറിയാൻ ഞങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ട്. സഭയുടെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് സാറിന് ആധികാരികമായിട്ട് സെക്സിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്കിത, ആദ്യമേ തന്നെ കുട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം സെക്സിനെ കുറിച്ച് ഓപ്പൺ ആയിട്ട് എവിടെയാ നമ്മൾ സംസാരിച്ച് കേട്ടിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ എങ്ങും ആ ഒരു കോൺവെർസേഷൻ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ 100% പറയുന്നില്ല. ചെറിയ ശതമാനം മാതാപിതാക്കള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. കാരണം അത് ഒരു ജനറലൈസേഷൻ അല്ല. പക്ഷെ മജോറിറ്റി പേരൻസ്, ഇപ്പം ഞങ്ങളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കുവാന് അടി കിട്ടുന്ന വാക്കായിരുന്നു. സെക്സ് എന്ന് പറയാൻ കൂടെ പാടില്ല. എനിക്കറിയത്തില്ല, നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് കുറച്ചും കൂടി ഒരു ഓപ്പൺനെസ് വന്നിട്ടുണ്ടാവും. നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിൽ സെക്സിനെ കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോ? നമുക്ക് വളരെ കുറവാണ്. വളരെ കുറവായി. കുറച്ച് ലെസൺസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഏറ്റവും ഫണ്ടമെന്റലായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ക്ലാസ് ആണത്. പക്ഷെ അത് നമ്മൾ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും കാറ്റഗിസുകളുടെയും ഒക്കെ ഒരു ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നതിന്റെ
ഒരു അനന്തര ഫലം കൂടിയാണ് നമ്മൾ ഈ വീഡിയോകളിൽ കാണുന്നത്. എന്നാൽ സെക്സിനെ കുറിച്ച് ഇവർ മനസ്സിലാക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാ അവർക്ക് മനസ്സിലാകുന്നത്? മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയ. അവരുടെ ഗൂഗിളും അവരുടെ സോഷ്യൽ മീഡിയയുമാണ് അവരുടെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്. അപ്പോൾ കുട്ടികൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ നാച്ചുറലി അവർ ഗൂഗിൾ ചെയ്യും, അവർ സോഷ്യൽ മീഡിയയിലൂടെ. അല്ലെങ്കിൽ വേറൊരു സോഴ്സ് ഉണ്ട്. ഏത് സോഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പോണോഗ്രഫിയാണ്. അങ്കിത പറഞ്ഞത് വളരെ സത്യമാണ്. ഇന്ന് മജോറിറ്റി ആളുകളും ഇന്റർനെറ്റും പോൺ വീഡിയോസ് അത് ഈസിലി അവൈലബിൾ ആണ്. അതുകൊണ്ട് പക്ഷെ അവിടെയൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഈ സെക്യുലർ കൾച്ചർ നമുക്ക് തരുന്ന ഒരു ഇന്റർപ്രിട്ടേഷനും രീതിയിലുമുള്ളതാണ്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളിൽ നിന്നോ നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ അവർ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു വലിയ റിസോഴ്സസ് ആണ് പിയർ ഗ്രൂപ്പ്. നിങ്ങൾ കോളേജിലൊക്കെ പിന്നെ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യത്തില്ല. അതാ ഈക്വലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പൊ ഒരാൾക്കറിയാൻ വയ്യാത്തത് വേറൊരാള് ഗ്രൂപ്പിൽ ഒരു ലീഡർ കാണും. ആ ലീഡർ ആയിരിക്കും എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും സെയിം ഏജുകാരാ. അവർക്ക് എവിടുന്ന ഇൻഫർമേഷൻ കിട്ടുന്നത്? ഒരാൾ ചിലപ്പം കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും. അവർക്ക് ഇന്റർനെറ്റിൽ നിന്നും മറ്റ് സൈറ്റുകളിൽ നിന്നും ഒക്കെ അവർക്ക് കിട്ടുന്നത് ഒന്ന് ഷെയർ ചെയ്യുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് സർവ്വസാധാരണമായിട്ട് ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ കുട്ടികള് സെക്സ് എന്ന് കേൾക്കുമ്പം തന്നെ ചിലർക്ക് പഴയ കാലങ്ങളിൽ വലിയ നാണമായിരുന്നു, ഇപ്പം നാണം കുറഞ്ഞു. എന്നാലും അവര് എല്ലാം രഹസ്യം എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കുന്നത്. ഇപ്പൊ സ്കൂളുകളിൽ പോലും ഞാൻ പല സ്കൂൾ അധ്യാപകരുമായിട്ട് ചർച്ച നടത്തുന്ന സമയത്ത്, ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട്, സ്കൂളുകളിൽ പോലും പെൺകുട്ടികളും ആൺകുട്ടികളും സെക്സിനെ കുറിച്ച് വളരെ വിദഗ്ധമായിട്ട്, വളരെ സീക്രട്ടായിട്ട്, ആരും അറിയാതെ അവർ ഡിസ്കഷനും എഡ്യൂക്കേഷനും നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ശരീരത്തിന്റെ ദൈവശാസ്ത്രം വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്താണ് സെക്സ്, സെക്ഷുവാലിറ്റിയുടെ അർത്ഥം എന്താണ്, അതിന്റെ മാഹാത്മ്യമുണ്ടോ, അതോ അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത് നല്ലതല്ലയോ, ഡേർട്ടി ആണോ? കാരണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കര രഹസ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ നമ്മൾ മടിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇവിടെ വീഡിയോയിൽ നമ്മൾ ചില കുട്ടികൾ പറയുന്നു ആണും പെണ്ണുമായിട്ടുള്ള റിലേഷൻഷിപ്പില് അവർ ചെയ്യുന്ന ആക്ടിവിറ്റി ആയിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഈ പോണോഗ്രഫി കൾച്ചറിൽ സെക്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആണും പെണ്ണുമായിട്ടുള്ള ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ആക്ഷനായിട്ടാണ് അതിനെ കരുതുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അതെങ്ങനെ പരസ്യമായിട്ട് പറയുന്നത് എങ്ങനെ? അപ്പൊ അത് രഹസ്യത്തില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വർത്തമാനങ്ങളാക്കി അവർ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ നിർത്തുന്നു. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് ആ ഒരു ഫിസിക്കൽ ആക്ട് അല്ല സെക്സ് എന്നാണോ? ഞാൻ അതിലേക്കാണ് വരുന്നത്. വെറും ഫിസിക്കൽ ആക്ടിനെ നമ്മൾ സെക്സ് എന്നുള്ളത് നമ്മുടെ കൾച്ചർ ആക്കിയിരിക്കുന്നതാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നീട്. അതായത് പോണോഗ്രഫി കൾച്ചർ നമുക്ക് ഈ സെക്ഷൽ റെവല്യൂഷന്റെ തൊട്ട് മുമ്പ് വരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്സിന് വേറൊരു അർത്ഥമായിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ ഈ സെക്സ് എന്ന് പറയുന്നത് അവര് ആണും പെണ്ണുമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരാണും ആണുമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി, നമ്മൾ സെയിം സെക്സ് എന്നും ഹോമോസെക്ഷാലിറ്റി എന്നും ഒക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റിക്ക് സെക്സ് എന്നുള്ള വാക്ക് ജനറലി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അതിലേക്ക് വരും. എന്താണ് സെക്സിന്റെ ആ നിഘണ്ടു അർത്ഥം, ഡിക്ഷണറി മീനിങ്? അത് നമുക്ക് ഇവിടെ കാണാം. ജീവജാലങ്ങളെ അവയുടെ പ്രത്യുൽപാദന അവയവങ്ങളെയും പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കി സാധാരണയായി ആണോ പെണ്ണോ ആയി തരംതിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് ഡിക്ഷണറി അർത്ഥമാണ്. ആണോ പെണ്ണോ ആയിരിക്കുന്ന അവസ്ഥ, അതാണ് വേറൊരു അർത്ഥം അവിടെ പറയുന്നത്. അപ്പോഴ് ഈ സെക്സ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ പഠനപ്രകാരം, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായും മറ്റ് സഭാപിതാക്കന്മാരുടെയും പഠനപ്രകാരം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എന്നാണ് സഭ ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവം നമ്മളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പൊ ജനസിസ് 1:27 നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം
നമുക്ക് നമ്മുടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പൊ നമ്മൾ ആണോ പെണ്ണോ ആയിരിക്കുന്ന ആ അവസ്ഥയാണ് സെക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ മീനിങ്ങും അതാണ്. കാരണം അത് ഉത്ഭവിക്കുന്നത് സെക്സൂസ് എന്നുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം either മെയിൽ ഓർ ഫീമെയിൽ. അപ്പൊ ഇങ്ങനെ ഒരു അർത്ഥം തന്നെയാണ് സഭ അതിന്റെ ആഴത്തിൽ തന്നെ മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ പോണോഗ്രഫി കൾച്ചറിലേക്ക് വന്നപ്പോഴത്തേക്കിന് സെക്സ് ആക്ടിവിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വാക്കായതുകൊണ്ട് പലർക്കും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ. ഇന്നും നമ്മുടെ പല കുടുംബങ്ങളിലും അത് ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണം അതാണ്. പക്ഷെ അത് മാറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു പൂർണ്ണമായിട്ട് മാറി ഒരു ഓപ്പൺനെസ് കിട്ടും. നമ്മുടെ ശരീരത്തിന്റെ ദൈവശാസ്ത്രം അതിനൊരു പുതിയ പ്രകാശം കൊടുക്കും എന്നൊക്കെ വലിയ പ്രത്യാശയുണ്ട്. അപ്പോഴേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചത് സെക്സ് എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ ആയിരിക്കുന്ന അവസ്ഥ. അത് ആണോ പെണ്ണോ ആയിരിക്കുന്ന അവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണ്? ആണും പെണ്ണുമായി അവരെ വിവാഹത്തിലൂടെ ഒരു ശരീരമായി അവരെ സ്നേഹിക്കാനും ആ സ്നേഹത്തിൽ ജീവിക്കുവാനും വേണ്ടി ദൈവം തന്നിരിക്കുന്ന വലിയൊരു ഫാക്കൽറ്റിയാണ്. അതാണ് സെക്സ്. അപ്പം ആണും പെണ്ണുമായി ഇരിക്കുന്ന അവസ്ഥ, അതിലൂടെ വിവാഹം എന്ന ആ ഒരു കൂദാശയിലൂടെ അല്ലെ ദൈവം തന്നെ സ്ഥാപിച്ച ഈ വിവാഹത്തിലൂടെ അവർ ഒരുമിച്ച് ജീവിച്ച് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുവാൻ. അപ്പൊ അത് നമ്മൾ ഇനി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പർപ്പസ് എന്നൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. സർ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മള് സെക്സ് എന്ന് പറയുന്നത് ആണും പെണ്ണുമായിരിക്കുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ഇന്റർസെക്സ് എന്ന് പറയുന്ന ഒരു തേർഡ് കാറ്റഗറി ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ല, ഹെർമഫ്രോഡൈറ്റ്സ്, രണ്ട് സെക്ഷൽ ഓർഗൻസും ഫുള്ളി ഡെവലപ്ഡ് ആവാത്ത. അപ്പം അവർ ഇതിനകത്ത് എങ്ങനെ ഫിറ്റ് ഇൻ ചെയ്യുന്നു ദൈവത്തിന്റെ ഈ പദ്ധതിയിൽ? സഭ അതിനെക്കുറിച്ച് പറയുന്നത് അത് വളരെ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അഗൈൻ നമ്മളിത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചോ ജെൻഡർ ക്രൈസിസുകാരെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത്. ഇതൊരു സയന്റിഫിക് ഡിഫോമാറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഇപ്പോള് കുറേയൊക്കെ ഇവൻ സയൻസും അത് അവരുടെ ടെർമിനോളജി മാറി മറിക്കാൻ തുടങ്ങി. കാരണം ജെൻഡർ ഐഡിയോളജിയുടെ ഇൻഫ്ലുവൻസിൽ ഈ ഇന്റർസെക്സ് ഇവരെ ഇപ്പോഴേ LGBTQ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകുന്നതിന്റെ കാരണം സയൻസ് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് ക്രോമസോം തമ്മിലുള്ള അല്ലെ XX അല്ലെ XY ഏതെങ്കിലും ഒരു ക്രോമസോം എക്സസ് ആകുന്നു, അതിന്റെ അനന്തര ഫലങ്ങൾ ആയിട്ട് ആ ജെനിറ്റൽ ഓർഗൻ ഡെവലപ്പ് ആകുന്നില്ല കറക്റ്റ് ആയിട്ട്. അതിന്റെ കാരണവും സയൻസ് പറയുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മൾ വേണമെങ്കിൽ വേറൊരു ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇറ്റ് ഈസ് വെരി ഓബ്വിയസ് ആൻഡ് വെരി ക്ലിയർ. അതാണ് സയൻസ്. അപ്പോൾ സഭ അതിനെക്കുറിച്ച് പറയുന്നത് അവര് ഒന്നുകിലാണ് അല്ലെ പെണ്ണ് ആണ്. ഓക്കെ, ബൈ എസൻസ് ദേ ആർ ഐദർ മെയിൽ ഓർ ഫീമെയിൽ. ഡോക്ടേഴ്സും അതാ പറയുന്നത്. ഞാൻ പല ഡോക്ടേഴ്സുമായിട്ട് ഞാൻ ഡോക്ടേഴ്സിന്റെ കോൺഫറൻസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളവരെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ അവരും പറയുന്നത് ഇത് തന്നെയാണ്, ദേ ആർ ഐദർ മെയിൽ ഓർ ഫീമെയിൽ. പക്ഷെ നമുക്ക് ഒരു ആള് അല്ലെ ഒരു കുട്ടി ആണോ പെണ്ണോ എന്ന് നമ്മൾ പറയുന്നത് എവിടെ നോക്കിയിട്ടാ? ജെനിറ്റൽ ഓർഗനിൽ നോക്കിയിട്ടാ. അത് ഫുള്ളി ഡെവലപ്ഡ് അല്ലാത്തത് കൊണ്ട് വി കനോട്ട് ഐഡന്റിഫൈ ദം വെദർ ദേ ആർ മെയിൽ ഓർ ഫീമെയിൽ. കാരണം ക്രോമസോമിന്റെ മിസ്മാച്ച് കൊണ്ട് ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ ചില ഡെവലപ്മെന്റ് ആണുങ്ങളുടേതുപോലെ തോന്നിക്കും, അത് ആണുങ്ങളുടെ അല്ലതാനും. എന്നാൽ പെണ്ണുങ്ങളുടേതുപോലെ തോന്നിക്കും, പെണ്ണുങ്ങളുടെ അല്ലതാനും. അപ്പൊ ദിസ് ഈസ് എ ട്രാജിക് സിറ്റുവേഷൻ. അത് ചില ട്രീറ്റ്മെന്റ് കൊണ്ട് സുഖമാക്കാമെന്ന് പറയുന്നു, ചിലത് സുഖമാക്കാൻ പറ്റുകയല്ല എന്ന് പറയുന്നു. കാരണം അത് ജനറ്റിക് പ്രോബ്ലം ആയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് സഭ പറയുന്നത് ദേ ആർ ഐദർ മെയിൽ ഓർ ഫീമെയിൽ. ഓൺലി തിങ് we cannot identify them. That is the moment we call them intersex. Okay, അപ്പോൾ
സഭ അല്ലെ ബൈബിള് പ്രകാരമുള്ള രീതിയിൽ മാത്രമേ, ഇന്ന് എത്രത്തോളം ജെൻഡർ ഐഡിയോളജി കൺഫ്യൂഷൻ ഉണ്ടാക്കിയാലും സഭ വിശ്വസിക്കുന്ന ഇതാണ്: ഒരു വ്യക്തി ഒന്നുകിൽ ആണായിരിക്കും, പെണ്ണായിരിക്കും. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ആണേലും ആണായിട്ട് ബയോളജിക്കലി ആണാണെങ്കിലും അവർക്ക് തോന്നുക ഞാൻ പെണ്ണാണെന്ന് തോന്നുന്നു, ബട്ട് ദേ ആർ ബയോളജിക്കലി മെയിൽ. അവരുടെ സോഷ്യോളജിക്കൽ അല്ലെ മറ്റ് സൈക്കോളജിക്കൽ രീതിയിൽ ദേ ഫീൽ ദേ ആർ ദി അതർ സെക്സ്, ദി ഓപ്പോസിറ്റ് സെക്സ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിലുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ജെനസിസ് 1:27 ഈസ് ട്രൂ. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷെ ചില പ്രത്യേക കാരണങ്ങളാൽ, നമുക്കറിയത്തില്ലേ, പല ഡിഫോമിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഒന്നുകിൽ കൈയില്ലാത്തവരുണ്ടാകുന്നു, ജന്മനാ കാലില്ലാത്തവരുണ്ടാകുന്നു, അല്ലെ ജന്മനാ കണ്ണില്ലാത്തവരുണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ട്രാജിക് സിറ്റുവേഷൻ ആണ് ഈ ഇന്റർസെക്സിന്റെ. അപ്പം നമ്മുടെ സമൂഹമോ അല്ലെങ്കിൽ കുടുംബങ്ങളോ പഴയ കാലങ്ങളിൽ ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു. വീണ്ടും ചിന്തിക്കണം, ഇത് വളരെ 0.002% ഉള്ളൂ ലോകത്തിൽ. അതൊരു വലിയൊരു ഫിനോമിനൻ അല്ല. നമ്മൾ ചിന്തിക്കും ഇവര് മജോറിറ്റി ആളുകൾ അങ്ങനെ വളരെ റെയർ ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ കൈയില്ലാതെ കാലില്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് പോലെ അങ്ങനെയുള്ള ഒരു റെയർ ഇതാണ്. പക്ഷേ ജെൻഡർ ഐഡിയോളജി വന്നിട്ട് ഇവരെയാണ് ഹൈലൈറ്റ് ചെയ്ത് പൊക്കിപ്പിടിച്ച്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 3rd ജെൻഡർ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടാക്കിയപ്പോൾ ഇവരെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്, ഇവർക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിലൊക്കെ കുറെ പൊളിറ്റിക്സും കുറെ കൾച്ചർ ഇൻഫ്ലുവൻസും കുറെ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഒക്കെ ഇതിനകത്തിലുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കേസുകൾ റിയൽ കേസുകളാണ്. സഭ അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ദേ വിൽ ബി ഐദർ മെയിൽ ഓർ ഫീമെയിൽ. പക്ഷെ വി ഡോണ്ട് നോ, ചില കാരണങ്ങളാണ്. അത്രയും. വീണ്ടും നമ്മുടെ മതബോധന ഗ്രന്ഥത്തിലെ സെക്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. മതബോധന ഗ്രന്ഥം 2332 നമുക്ക് അവിടെ നിന്ന് കാണാം. ലൈംഗികത മനുഷ്യന്റെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഐക്യത്തിൽ അവന്റെ എല്ലാ വശങ്ങളെയും ബാധിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാല് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ സെക്ഷൽ ബീയിങ്. നമ്മൾ പ്രകൃത്യ സെക്ഷൽ ബീയിങ് ആണ്. അപ്പൊ ശരീരത്തെയും സെക്സിനെയും നമുക്ക് വെട്ടിമുറിച്ച് രണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ either we are male or female. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഒന്നിയിലാണ് അല്ലെ പെണ്ണ്. ഇപ്പൊ നമ്മൾ ഇന്റർസെക്സിന്റെ കാര്യം പറഞ്ഞു, ദാറ്റ് ഈസ് എക്സെപ്ഷണൽ, 0.002%, വെരി എക്സെപ്ഷണൽ. അപ്പോൾ ഇവിടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് എവറിതിങ് ഈസ് എ സെക്ഷൽ ബീയിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, നമ്മളിവിടെ വായിച്ചതാണ്, നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണിത്. നമുക്ക് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മൂടി വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ നന്നാക്കാനോ വ്യക്തികളെ നന്നാക്കാനോ കുടുംബത്തില് നന്നാക്കാനോ നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ലെറ്റ് us start talking about sex. Let us start discussing about sex. Educate children age appropriately. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സമയത്തൊക്കെ നമുക്ക് പല തരത്തിലുള്ള ഡോക്യുമെന്റ്സും അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. The truth and meaning of sexuality, parental guide എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സെക്സ് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് ഒന്നുകിൽ ആണായിരിക്കുന്ന അല്ലെ പെണ്ണായിരിക്കുന്ന അവസ്ഥ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇതിനെ നമ്മൾ ഒരു വസ്തുവിനെ ഡിവൈഡ് ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യന്റെ ശരീരവും സെക്ഷുവാലിറ്റിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിവെച്ച് ചിന്തിക്കാൻ പറ്റുകയില്ല. ഇപ്പം ഞാൻ എപ്പോൾ ഒരു വ്യക്തിക്ക് അഗൻസ്റ്റ് ആയിട്ടൊരു സെക്ഷൽ ഇമ്മൊറാലിറ്റിയോ ഒരു സെക്ഷൽ സിന്നോ ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ആ വ്യക്തിക്ക് എതിരായിട്ടാണ് ചെയ്യുന്നത്. ദ പേഴ്സൺ, അല്ലാതെ ആ പേഴ്സന്റെ സെക്ഷുവാലിറ്റി ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്തില്ല. ഇനി വിവാഹത്തിന് മുമ്പ് പലരും പറയുന്നുണ്ടല്ലോ, നമ്മള് സ്വയം സമ്മതത്തോടു കൂടിയാണ് ചെയ്തെന്ന് വരികിലും പോലും അത് ഇറ്റ് ഈസ് നോട്ട് ദ റിയൽ സെക്ഷൽ ആക്ട്. അത് യൂസ് ആൻഡ് പ്രോ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള
യൂസിങ് ഈച്ച് അതർ ഫോർ ദെയർ ഓൺ ഗ്രാറ്റിഫിക്കേഷൻ. മനസ്സിലായില്ലേ? അപ്പം ഇത് വളരെ പ്രധാനമായിട്ട് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞത് എവരിബഡി ഈസ് എ സെക്ഷൽ ബീയിങ് ബൈ ബർത്ത് ആസ് എ മെയിൽ ഓർ ഫീമെയിൽ. അപ്പൊ ഇത് തന്നെ പ്ലാൻ പേരന്റ്ഹുഡ് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഇന്ന് ഈ ജെൻഡർ ഐഡിയോളജിയുടെ ക്ലൈമാക്സിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ സംവിധാനമാണ് ഈ പ്ലാൻ പേരന്റ്ഹുഡ്. അതിന്റെ ഡയറക്ടർ പറഞ്ഞതും സെയിം കാര്യമാണ്. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് സെക്ഷൽ ബീയിങ്. സോ ലെറ്റ് us start educating our kids about pornography, about sexual premarital sex and sexual practices and all those things. അവർക്ക് എങ്ങനെ വേണേലും സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യാം. അതിന് അവരെ നമ്മൾ ആ ഉള്ള തടസ്സങ്ങളെല്ലാം മാറ്റിക്കളയാന് ലെറ്റ് us start from the very lower classes. അതാണ് വേറൊരു തരത്തില് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന വേറൊരു ട്രെൻഡ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിലും ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കണം. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഇതിന്റെ പിന്നിൽ ചെയ്യാനുണ്ട്. സർ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോവാണ്. സെക്ഷൽ ബീയിങ്. ഞങ്ങള് ക്യാമ്പസുകളിൽ പോയിട്ട് കുട്ടികളോട് നിങ്ങൾ മനുഷ്യനൊരു സെക്ഷൽ ബീയിങ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് മനുഷ്യനൊരു സെക്ഷൽ ബീയിങ് കൂടിയാണെന്നാണ്. അതായത് ആ ഒരു ലൈംഗികത എന്നൊരു വാക്ക് പറയുമ്പോൾ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ബീയിങ് ആണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ അവർക്കൊരു മടി തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പ്ലാൻ പാരന്റ്ഹുഡിന്റെ എക്സാമ്പിൾ സാർ പറഞ്ഞു, ഒരേ ലാംഗ്വേജ് ആണ്, സെയിം സെന്റൻസ് ആണ് ഉപയോഗിച്ചത്, പക്ഷെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്ന ലാംഗ്വേജിനെ നമുക്ക് റീക്ലെയിം ചെയ്തിട്ട് വേണം നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ റീഫ്ലഷ് ചെയ്ത് എടുക്കേണ്ടിയിരിക്കും. റിഫ്രഷ് ചെയ്ത് ഒരു പുതിയ അർത്ഥം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇന്നത്തെ കൾച്ചറിൽ നമ്മൾ നേരിടുന്ന ഒന്നില് ഇന്ന് നമ്മള് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന പോണോഗ്രഫി അല്ലെങ്കിൽ പിന്നെ പ്രീമാരിറ്റൽ സെക്സ് അല്ലെങ്കിൽ മറ്റുള്ള സെക്ഷൽ ആയിട്ടുള്ള എല്ലാ ഇമ്മൊറാലിറ്റീസും നമ്മുടെ സമൂഹത്തിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ടു സർട്ടൻ എക്സ്റ്റെന്റ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് റാപ്പപ്പ് ചെയ്യുന്നത്. സെക്സ് എന്താണ്, ജെൻഡർ എന്താണ്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.